സുലൂർ പ്രശാന്ത് നീട് സംവിധാനം ചെയ്ത് പുള്ളിക്കാരൻ തന്നെ എഴുതി ക്രിയേറ്റ് ചെയ്ത ഒരു പടമാണ് സലാർ പാർട്ട് 1 സീസ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, പ്രഭാസ്, ശ്രുതി ഹാസൻ, അങ്ങനെ നീണ്ട ഒരു താരജോഡി തന്നെ ഈ പടത്തിലുണ്ട്. സോ കഥ നടക്കുന്നത് കാൻസാർ എന്നറിയപ്പെടുന്ന ഒരു സാങ്കല്പിക നഗരം. ആ നഗരത്തിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഈ പടം എന്ന് പറയുന്നത്. സോ പുള്ളിക്കാരൻ നമ്മുടെ നായകൻ പ്രഭാസിന്റെ പൂർവ്വചരിത്രം, എന്തുകൊണ്ടാണ് പ്രഭാസ് ഇങ്ങനെ മിണ്ടാപ്പൂച്ചയായിട്ട് നിൽക്കുന്നത്, എന്താണ് അതിനുള്ള കാര്യം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് പടത്തില് പറഞ്ഞു പോകുന്നത്. അതായത് നമ്മുടെ ശ്രുതിഹാസനോട് വേറെ ഏതോ ഒരു തള്ളുവീരൻ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുവാണ് മുഴുനീളം. സോ അതാണ് പടം. പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി, കളർ ഗ്രേഡിങ്, ആക്ഷൻ രംഗങ്ങള്, സംഭവം എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കൊരു മുഴുനീള KGF-ന്റെ അണിയറ പ്രവർത്തകരെ തന്നെ കാണാം. സോ ആക്ഷൻ രംഗങ്ങളെല്ലാം എനിക്ക് തോന്നിയപ്പം പ്രശാന്ത് നീൽ ഇപ്പോഴും KGF-ന്റെ ആ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. പുള്ളിക്കാരൻ ഇപ്പോഴും അത് എവിടെയൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള രീതിയിലാണ് പടം ചെയ്തേക്കുന്നത്. എനിക്ക് അത് മുഴുനീളം അതിന്റെ ഒരു ടച്ച് ഫീല് നമുക്ക് കിട്ടും. ഇതിന്റെ ഇടയിൽ വരുന്ന BGM സ്കോർ, മ്യൂസിക് ഇതെല്ലാം നൈസായിരുന്നു. കുറേ വയലൻസ് കുറച്ചധികം തന്നെ ഈ ഒരു പടത്തിലുണ്ട്. അതേപോലെ തന്നെ സെന്റിമെന്റൽ അപ്രോച്ച്, യെസ്, അതുമുണ്ട്. പിന്നെ മാസിനായിട്ട് ചെയ്ത പല സാധനങ്ങളും ഭയങ്കര ക്രിഞ്ചായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു സീൻ ഞാൻ പറഞ്ഞുതരാം. വലിയ സ്പോയിലർ ഒന്നും അല്ല. നമ്മുടെ ശ്രുതിഹാസന്റെ ക്യാരക്ടറിനെ കുറച്ച് റൗഡി പൊശങ്ക വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാ ഒന്ന് തോണ്ടക്കം പിച്ചക്കം മാന്തക്കം ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുക. അപ്പം പ്രഭാസ് തൊട്ടിപ്പുറത്തായിട്ട് ഇതെല്ലാം കണ്ടു കഴിയുന്നുണ്ട്. അപ്പൊ പ്രൊഫസർ മാറിപ്പൊടി, അപ്പോഴത്തെ ഇവന്മാര് കളിയാക്കിക്കൊണ്ട് പുള്ളിക്കാരനെ ചെയ്യും. അപ്പൊ പുള്ളിക്കാരൻ നേരെ ചെന്ന് ഒരു കമ്പിയിൽ പിടിക്കും, ഇങ്ങനെ ഞെക്കിയങ്ങ് പിടിക്കും. സോ അപ്പോഴത്തേക്കും കുറച്ച് ടീമുകൾ വന്നിട്ട് ഇവന്മാര് പേടിച്ചോടും. ഞാൻ അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോഴത്തേക്കും നമുക്കറിയാം കമ്പിയിൽ പിടിച്ച എന്താണ് യൂഷ്വൽ ഉണ്ടാവുന്നതെന്ന് അറിയാം. തെലുങ്കോടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഒരുവിധം പടത്തിലെ എല്ലാ സംഭവം ഉണ്ട്. സോ കുറച്ച് കഴിഞ്ഞപ്പോ പ്രഭാസ് ആ കമ്പിന്ന് അങ്ങ് കൈയൊക്കെ എടുക്കും. കൈയെടുക്കുമ്പോ ഉണ്ടല്ലോ ഈ രേഖകൾ മൊത്തം അവിടെ പതിഞ്ഞിരിക്കും. സോ അങ്ങനത്തെ കുറേ മാസനായിട്ട് ചെയ്തത് നമുക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിയിൽ സംഭവം ചെയ്തിട്ടുണ്ട്. തെലുങ്ക് ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടും. പിന്നെ ക്ലൈമാക്സിലെ കുറെ ഫൈറ്റ് സീനുകളുണ്ട്. അതിനകത്തും ഈ ഫാൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടി കുറേ ഡയലോഗുകൾ കുത്തിക്കേറ്റി പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര ഫ്രണ്ട്സ് ഉണ്ട്, നിനക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അതാണ് ഇതാണ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കുത്തിച്ചേർന്നിട്ടുണ്ട്. പടത്തിന്റെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട്, ഇത് പാർട്ട് 1 ആണ്. ഇതിന് പാർട്ട് 2 ഉണ്ട്. സീസ് ഫയർ എന്നാണ് ഈ ഒരു പാർട്ടിന്റെ പേര്. സെക്കൻഡ് പാർട്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കണ്ടു നോക്കുക. സോ ഈ ഒരു പാർട്ടിൽ ഫുള്ളായിട്ട് പറഞ്ഞിരിക്കുന്നതും യുനോ ഈ സംഭവം ഒരു ചേർച്ചയില്ലാത്ത ഇടയിൽ പോയിരിക്കുന്നത്. ഈ ഞാൻ അച്ഛൻ നീ മോൻ ഞാൻ അച്ഛൻ, അങ്ങനെ ഒരു രീതിയിലാണ് സംഭവം. ഒരു 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 ലിങ്ക് വരുന്നില്ല, സംഭവമായിട്ട് ഒരു ലിങ്ക് വരാത്ത രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അവസാനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അപ്പൊ ലിങ്ക് ചെയ്യാനായിട്ട് എന്തൊക്കെയാ കാണിച്ച പോലെ എനിക്ക് ഫീൽ തോന്നി. പക്ഷേ അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. സോ പുള്ളിക്കാരെ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട്, അടുത്ത പാർട്ടില് ഇതിനെല്ലാം തന്നെ ഒരു ഉത്തരം നമുക്ക് തരും. ഇതായിരുന്നു സംഭവം, അങ്ങനെയായിരുന്നു, അപ്പൊ അവനാണ് ഇവന്റെ അച്ഛനാണ് മറ്റവൻ എന്നുള്ള ഒരു രീതി നമുക്ക് തോന്നും. പടം നമ്മളൊരു മാസ് എന്റർടൈനർ പോയി പ്രതീക്ഷിച്ചാണ് ടിക്കറ്റ് എടുത്തെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, നിങ്ങൾക്ക് അതിനുള്ള സാധനം ഈ പടത്തിലുണ്ട്. പിന്നെ കഥ എത്രത്തോളം നിങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് ഇതൊരു ചേർച്ചയില്ലാതെ ഈ മഞ്ചാടിക്കുരു എടുത്ത് കുന്നിക്കുരുവിൻ്റെ കൂടെ ചേർക്കുന്ന കണക്ക് ആയിപ്പോയി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതില് വേണ്ടാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയ ശ്രുതി ഹാസനാണ്. പുള്ളിക്കാരിയുടെ കുറെ ക്രിഞ്ച് സീനുകളാണ്. നിങ്ങൾ എന്തായാലും പടത്തിൽ പോയി കണ്ടു നോക്കുക. പുള്ളിക്കാരി ഇതൊക്കെ കാണുമ്പോഴുള്ള എക്സ്പ്രഷൻ ഉണ്ട്. എന്റെ ഹീറോ, എന്റെ റിയൽ ഹീറോ, എന്റെ ബിഗ് ഡാഡി എന്നുള്ള കുറെ സീനുകളുണ്ട്. പുള്ളിക്കാരി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊക്കെ ഒരുമാതിരി ദഹിക്കാത്ത രീതിയിൽ തോന്നും. പുള്ളിക്കാരിയുടെ അഭിനയം എല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്ന്. അപ്പൊ ആ ഒരു സെയിം പാറ്റേൺ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിക്കാരിയെ കാണിക്കുമ്പോൾ തന്നെ ഒരു മുഴുനീള ഇംഗ്ലീഷ് ഡയലോഗ്, അതൊക്കെ ഒരുമാതിരി. ഞാൻ മലയാളം ഡബിങ് ആണ് കണ്ടത്. സോ എനിക്ക് അതുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ തെലുങ്കിന് കണ്ടു നോക്കണം. സോ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ. പുള്ളിക്കാരി ഒരു വേസ്റ്റ് കഥാപാത്രം എന്ന് പറയുന്ന പ്രഭാസിന്റെ പൂർവ്വ ചരിത്രം കേൾക്കാനായിട്ട് കൊണ്ടുവന്ന നമ്മുടെ KGF-ൽ അമ്മച്ചിയില്ലേ, മറ്റേ കേട്ടോണ്ടിരിക്കുന്ന അതേപോലെയുള്ള ഒരു ക്യാരക്ടറിനായിട്ടാണ് കൊണ്ടുവന്നത്. പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്താണ് പുള്ളിക്കാരിയായിട്ടുള്ള ബന്ധം, ഇതൊന്നും പറയുന്നില്ല. പുള്ളിക്കാരി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക സ്റ്റോറി. കുറെ ടീമുകൾ വന്ന് പുള്ളിക്കാരിയെ തട്ടിക്കൊണ്ടുപോകും. സോ വേറൊരു അണ്ണായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് തള്ളുന്ന പോലത്തെ ഒരു അണ്ണായിരുന്നു ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ അണ്ണ ഇങ്ങനെയായിരുന്നു, നമ്മുടെ അണ്ണ ഇതേപോലെയൊക്കെ ആയിരുന്നു, അവ ഭയങ്കര കിടിലുമായിരുന്നു.
അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഈ പടത്തിന്റെ പാർട്ട് 1 ഞാൻ പറഞ്ഞല്ലോ ഒരു മാസ് എന്റർടൈനർ. നിങ്ങൾക്ക് ഇവന് ഇടിക്കണം. പടം കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ പിടിച്ച് ഇടിക്കാൻ തോന്നും. അമ്മായി ഒരു സീനുണ്ട്. ഞാനാണ് സലാർ. ഞാനാണ് സലാർ എന്നുള്ളൊരു ചിന്ത വരും. പിന്നെ പൃഥ്വിരാജ് അങ്ങേര് 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 കിടിലമായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരന്റെ അഭിനയം ഇപ്പൊ നമുക്കറിയാം. പുള്ളിക്കാരൻ ചെയ്യുന്ന റോളുകളും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം. അവസാനം ഗോൾഡ് ചെയ്ത് ഡബ്ഡയായി എന്നും പറഞ്ഞ് പുള്ളിക്കാരന്റെ സ്റ്റോറി സെലക്ഷനും കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്തേക്കുന്ന ആ റോള് എന്തായിരുന്നു? പൃഥ്വിരാജ് ചെയ്തേക്കുന്ന ക്യാരക്ടറിന്റെ പേര് വരദരാജ മന്നാർ. ആ പേര് കേൾക്കുമ്പോ തന്നെ നല്ല ഉമ്മ. അതേപോലെ തന്നെയാണ് ആ ക്യാരക്ടർ. നമുക്കിങ്ങനെ പൂച്ചയെ പോലെ തോന്നും. പക്ഷേ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങേരങ്ങ് വലിച്ചു കീറും. പൂച്ചയെ വലിച്ചു കീറിയിട്ട് അതിനകത്തുള്ള സിംഹം ഇങ്ങ് വെളിയിൽ ചാടും. അപ്പൊ അങ്ങനത്തെ ഒരു കിടിലൻ അഭിനയം. പിന്നെ യൂഷ്വൽ പൃഥ്വിരാജിന്റെ കുറെ ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാലോ. അതേപോലത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പ്രഭാസ് പൂർവ്വ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളയൊക്കെ റോള് പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം നല്ല കിടിലമായിട്ടാണ് ഈ ഒരു പടത്തിൽ ചെയ്തിട്ടുള്ളത്. സോ പടം ഒരു മാസ് ഫിലിം. പോയി കണ്ടു നോക്കുക. തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. സ്റ്റോറി എത്രത്തോളം നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നിങ്ങൾ അഥവാ ഈ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാൻ മറക്കരുത്. അടുത്ത ഒരു പടമായിട്ട് അക്കുളുമാൻ നോക്കട്ടെ. വരാം.